ഒരു നോൺ പോളാർ ഡയലക്ട്രിക് മെറ്റീരിയൽ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിൽ വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്ന് കണ്ടു കഴിഞ്ഞു. ഇനി ഒരു പോളാർ ഡയലക്ട്രിക് ആണ് വെക്കുന്നതെങ്കിലോ, ഒരു പോളാർ ഡയലക്ട്രിക് മെറ്റീരിയൽ ഒരു ഇലക്ട്രിക് ഫീൽഡിൽ വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും മാറ്റങ്ങൾ സംഭവിക്കുമോ നോക്കാം. ടോപ്പിക് ഇതാണ്, പോളറൈസേഷൻ ഓഫ് എ പോളാർ ഡയലക്ട്രിക് ഇൻ ആൻ എക്സ്റ്റേണൽ ഫീൽഡ്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ രണ്ട് കേസുകൾ ഡിസ്കസ് ചെയ്യുന്നു. ആദ്യത്തെ കേസിൽ നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുന്നില്ല, രണ്ടാമത്തെ കേസിൽ നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുന്നു. ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ ഒരു പോളാർ ഡയലക്ട്രിക്കിൽ ഇൻഡ്യൂസ്ഡ് ഡൈപോൾ മൊമെൻ്റ് ഉണ്ടാകുമോ അതോ വേറെ എന്തെങ്കിലും സംഭവിക്കുമോ, ഇതൊക്കെയാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ആദ്യമായി കേസ് 1, ഇലക്ട്രിക് ഫീൽഡ് 0 ആണ്. അതായത് നമ്മൾ പുറമേ നിന്ന് പ്രത്യേകിച്ച് ഇലക്ട്രിക് ഫീൽഡ് ഒന്നും തന്നെ അപ്ലൈ ചെയ്തിട്ടില്ല. പോളാർ ഡയലക്ട്രിക് മെറ്റീരിയൽസ് എന്നുള്ളത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് ഒന്ന് നോക്കാം. പോളാർ മോളിക്യൂൾസ് കൊണ്ട് ഉണ്ടാക്കിയ ഡയലക്ട്രിക്സ് ആണ് ആര്? പോളാർ ഡയലക്ട്രിക്സ്. പോളാർ മോളിക്യൂൾസിനൊരു പ്രത്യേകതയുണ്ട്. അവർ ഇൻ ബർത്ത് തന്നെ, ജന്മനാ തന്നെ നെഗറ്റീവ് ചാർജും പോസിറ്റീവ് ചാർജും സെപ്പറേറ്റഡ് ആണ്. അവരുടെ ഇടയിൽ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടായിരിക്കും. അതായത് 2a ≠ 0 ആണ്. ഇതൊരു പോളാർ ഡയലക്ട്രിക് മെറ്റീരിയലാണ്. ആ പോളാർ ഡയലക്ട്രിക് മെറ്റീരിയൽ ഉണ്ടാക്കിയിരിക്കുന്നത് പോളാർ മോളിക്യൂൾസ് കൊണ്ടാണ്. ഞാനൊരു 6 പോളാർ മോളിക്യൂൾസിനെ വരച്ചിട്ടുണ്ട്. പോളാർ മോളിക്യൂൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻറ്റേഴ്സ് ഓഫ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജസ് ആർ സെപ്പറേറ്റഡ്. അവർക്ക് ഇൻഡിവിജ്വലായി ഡൈപോൾ മൊമെൻ്റ് ഉണ്ട്. ഈ ഒരു മോളിക്യൂളിനെ മാത്രം നിങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും പോസിറ്റീവും നെഗറ്റീവും ചാർജും തമ്മിൽ എന്തുണ്ട്? ചെറിയൊരു സെപ്പറേഷൻ ഉണ്ട്. അപ്പോൾ ഇൻഡിവിജ്വലായി നോക്കുകയാണെങ്കിൽ 2a ≠ 0 ആണ്. ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്തിട്ടില്ല. ഈ ഒരു മോളിക്യൂളിന് മാത്രം എന്തുണ്ടായിരിക്കും? ഡൈപോൾ മൊമെൻ്റ് ഉണ്ടായിരിക്കും. രണ്ടാമത്തെ മോളിക്യൂൾ നോക്കാം. പോസിറ്റീവും നെഗറ്റീവും തമ്മിൽ ചെറിയൊരു സെപ്പറേഷൻ ഉണ്ട്. അവിടെയും 2a ≠ 0 ആണ്. രണ്ടാമത്തെ മോളിക്യൂളിനും എന്തുണ്ടായിരിക്കും? ഒരു ഡൈപോൾ മൊമെൻ്റ് ഉണ്ടായിരിക്കും. അങ്ങനെ മൂന്നാമത്തെയും നാലാമത്തെയും അഞ്ചാമത്തെയും ആറാമത്തെയും എല്ലാ ഇൻഡിവിജ്വൽ മോളിക്യൂൾസിനെ എടുത്തു നോക്കിക്കഴിഞ്ഞാലും അവർക്കൊക്കെ അവരുടേതായ ഡൈപോൾ മൊമെൻ്റ് ഉണ്ട്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ദ ടോട്ടൽ ഡൈപോൾ മൊമെൻ്റ് ഓഫ് എ പോളാർ ഡയലക്ട്രിക് മെറ്റീരിയൽ ഈസ് 0. P = 0. ഒരു പക്ഷേ നമുക്കതൊരു പുതിയ അറിവായിരിക്കും. നമ്മൾ എന്ത് വിചാരിക്കും? ഓരോ ഇലക്ട്രിക് ഡൈപോളിനും അല്ലെങ്കിൽ ഓരോ പോളാർ മോളിക്യൂൾസിനും ഡൈപോൾ മൊമെൻ്റ് ഉള്ളത് കൊണ്ട് ടോട്ടൽ ഡൈപോൾ മൊമെൻ്റ് 0 അല്ല എന്നാണ് ആദ്യം വിചാരിക്കുക. പക്ഷേ ഡയറക്ഷൻ എടുത്ത് നോക്കാം. ഇത് നെഗറ്റീവ് ചാർജാണ്, ഇത് പോസിറ്റീവ് ചാർജാണ്. ഈ ഡയറക്ഷനിലായിരിക്കും ഇലക്ട്രിക് ഡൈപോൾ മൊമെൻ്റ് പോവുക. ആരുടെ? ആദ്യത്തെ മോളിക്യൂളിൻ്റെ. പക്ഷേ അതേ മോളിക്യൂളിൻ്റെ ഡൈപോൾ മൊമെൻറ്റിനെ വേറൊരു മോളിക്യൂളിൻ്റെ ഡൈപോൾ മൊമെൻറ്റ് ക്യാൻസൽ ചെയ്ത് കളയും. ഇവിടെയുള്ള മൂന്നാമത്തെ അല്ലെങ്കിൽ 1, 2, 3, 4 നാലാമത്തെ മോളിക്യൂളിൻ്റെ ഡൈപോൾ മൊമെൻറ്റിൻ്റെ ഡയറക്ഷൻ നേരെ താഴേക്കാണ്. ഞാൻ ബോർഡിൽ വരയ്ക്കാം. ഇതിൻ്റെ ഡൈപോൾ മൊമെൻറ്റ് ഈ ഡയറക്ഷനിലാണ്, ഇതിൻ്റെ ഡൈപോൾ മൊമെൻറ്റ് ഈ ഡയറക്ഷനിലാണ്. രണ്ട് ഡൈപോൾ മൊമെൻറ്റ് എന്ത് ചെയ്തു പോകും? ക്യാൻസൽ ചെയ്തു പോകും. ഇനി രണ്ടാമത്തെയും നാലാമത്തെയും എടുത്തു നോക്കാം. ഇതിൻ്റെ ഡൈപോൾ മൊമെൻറ്റ് നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്കാണ്. അതായത് രണ്ടാമത്തെ മോളിക്യൂളിൻ്റെ ഡൈപോൾ മൊമെൻറ്റ് നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്കാണ്. പക്ഷേ ഈ ഒരു മോളിക്യൂളിൻ്റെ ഡൈപോൾ മൊമെൻറ്റ് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക്, അതായത് നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്ക് ഈ ഒരു ഡയറക്ഷനിലാണ് വരിക. രണ്ടാമത്തെ ഡൈപോൾ മൊമെൻറ്റും മൂന്നാമത്തെ ഡൈപോൾ മൊമെൻറ്റും ക്യാൻസൽ ചെയ്തു പോകും. ഇനി അഞ്ചാമത്തെയും ആറാമത്തെയും നോക്കാം. ഈ അഞ്ചാമത്തെ മോളിക്യൂളിൻ്റെ ഡൈപോൾ മൊമെൻറ്റ് നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്കാണ്, നേരെ താഴേക്കാണ്. ആറാമത്തെ മോളിക്യൂളിൻ്റെയോ നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്ക്, നേരെ മുകളിലേക്കുമാണ്. ആ രണ്ട് ഡൈപോൾ മൊമെൻറ്റും എന്ത് ചെയ്തു പോകും? ക്യാൻസൽ ചെയ്തു പോകും. ഇൻഡിവിജ്വലായി ഓരോ മോളിക്യൂൾസിനും ഡൈപോൾ മൊമെൻറ്റ് ഉണ്ടെങ്കിലും അവരുടെ റാൻഡം ഓറിയൻറ്റേഷൻ കാരണം ടോട്ടൽ ഡൈപോൾ മൊമെൻറ്റ് എത്രയായിരിക്കും? 0 ആയിരിക്കും. ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്തിട്ടില്ല. അതൊരു പോളാർ ഡയലക്ട്രിക് മെറ്റീരിയൽ ആയതുകൊണ്ട് ഓരോ സെപ്പറേറ്റ് പോളാർ മോളിക്യൂൾസിൻ്റെ
ഇടയിലും, അതായത് ആദ്യത്തെ പോളാർ മോളിക്യൂൾ എടുക്കുക, നെഗറ്റീവ് ചാർജും പോസിറ്റീവ് ചാർജും സെപ്പറേറ്റഡ് ആണ്, രണ്ടാമത്തെയും സെപ്പറേറ്റഡ് ആണ്, 3, 4, 5, 6 ഒക്കെ സെപ്പറേറ്റഡ് ആണ്, 2a നോട്ട് ഈക്വൽ ടു 0 ആണ്. പക്ഷേ അവർ റാൻഡമായി ഓറിയൻറ്റ് ചെയ്തിട്ടുള്ള കാരണം ഒരു മോളിക്യൂളിൻ്റെ ഡൈപോൾ മൊമെൻറ്റ് വേറെ ഏതെങ്കിലും ഒരു ഡൈപോളിൻ്റെ ഡൈപോൾ മൊമെൻറ്റ് ക്യാൻസൽ ചെയ്ത് കളയും. രണ്ടാമത്തേതിനെ മൂന്നാമത്തെ ഡൈപോൾ മൊമെൻറ്റ് ക്യാൻസൽ ചെയ്ത് കളയുന്നു. ആദ്യത്തേതിന് 1, 2, 3, 4 ആദ്യത്തെ മോളിക്യൂളിൻ്റെ ഡൈപോൾ മൊമെൻറ്റിനെ നാലാമത്തെ ഡൈപോൾ മൊമെൻറ്റ് ക്യാൻസൽ ചെയ്ത് കളയുന്നു. രണ്ടാമത്തെ മോളിക്യൂളിൻ്റെ ഡൈപോൾ മൊമെൻറ്റിനെ മൂന്നാമത്തെ മോളിക്യൂളിൻ്റെ ഡൈപോൾ മൊമെൻറ്റ് ക്യാൻസൽ ചെയ്ത് കളയുന്നു. അഞ്ചാമത്തെ മോളിക്യൂളിൻ്റെ ഡൈപോൾ മൊമെൻറ്റിനെ ആറാമത്തെ മോളിക്യൂളിൻ്റെ ഡൈപോൾ മൊമെൻറ്റ് ക്യാൻസൽ ചെയ്ത് കളയുന്നു. 6 മോളിക്യൂൾസാണ് നമ്മൾ എടുത്തിട്ടുള്ളൂ. ഒരു പോളാർ ഡയലക്ട്രിക്കിൽ ഒരുപാട് മോളിക്യൂൾസ് ഉണ്ടായിരിക്കും. അതിൻ്റെയൊക്കെ ഡൈപോൾ മൊമെൻറ്റ് ഇതേ രീതിയിൽ ക്യാൻസൽ ചെയ്തു പോകും. ടോട്ടൽ ഡൈപോൾ മൊമെൻറ്റ് അവിടെ 0 ആണ്. ഇനി ഇത്തരത്തിലിരിക്കുന്ന ഒരു പോളാർ ഡൈലക്ട്രിക്കിലേക്ക് നമ്മൾ എന്ത് അപ്ലൈ ചെയ്യാൻ പോവുകയാണ്? ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യാനായിട്ട് പോവുകയാണ്. ഇലക്ട്രിക് ഫീൽഡ് നോട്ട് ഈക്വൽ ടു 0. നേരത്തെ പറഞ്ഞതുപോലെ ഓരോ മോളിക്യൂൾസും സെപ്പറേറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ 2a നോട്ട് ഈക്വൽ ടു 0. ഇനി എന്ത് സംഭവിക്കും നോക്കാം. ഇവിടെ പോസിറ്റീവ് ചാർജ്, നെഗറ്റീവ് ചാർജ്. ഇലക്ട്രിക് ഫീൽഡ് പോകുന്നത് നേരത്തെ പറഞ്ഞ പോലെ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കാണ്. പോസിറ്റീവ് ചാർജ് ഏത് ഡയറക്ഷനിൽ മൂവ് ചെയ്യും? ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷനിൽ മൂവ് ചെയ്യും. നെഗറ്റീവ് ചാർജ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മൂവ് ചെയ്യും. ആദ്യത്തെ മോളിക്യൂള് ഏകദേശം ഈ രീതിയിലായിരിക്കും ആക്ട് ചെയ്യുക. കുറച്ച് നേരം കഴിയുമ്പോൾ അത് റൊട്ടേറ്റ് ചെയ്ത് പോസിറ്റീവ് ചാർജ് നേരെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷനിലും നെഗറ്റീവ് ചാർജ് നേരെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലും വരും. രണ്ടാമത്തെ മോളിക്യൂൾ നോക്കൂ, പോസിറ്റീവ് ചാർജ് ലെഫ്റ്റ് സൈഡിലായിരുന്നു, നെഗറ്റീവ് ചാർജ് റൈറ്റ് സൈഡിലും. അത് റൊട്ടേറ്റ് ചെയ്ത് പോസിറ്റീവ് ചാർജ് റൈറ്റ് സൈഡിലും നെഗറ്റീവ് ചാർജ് ലെഫ്റ്റ് സൈഡിലും വരും. കാരണം പോസിറ്റീവ് ചാർജുമേ ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും, ഇലക്ട്രിക് ഫീൽഡിൻ്റെ അതേ ഡയറക്ഷനിലായിരിക്കും ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുക. നെഗറ്റീവ് ചാർജിലും ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും, ഇലക്ട്രിക് ഫീൽഡിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും അവർ ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ അത് റൊട്ടേറ്റ് ചെയ്ത് പോസിറ്റീവ് ചാർജ് നമ്മുടെ റൈറ്റ് സൈഡിലേക്കും നെഗറ്റീവ് ചാർജ് ലെഫ്റ്റ് സൈഡിലേക്കും വരും. മൂന്നാമത്തെ മോളിക്യൂൾ നോക്കാം. ഇത് പോസിറ്റീവാണ്, നെഗറ്റീവാണ്. കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും സംഭവിക്കില്ല. കാരണം പോസിറ്റീവ് ഇരിക്കുന്നത് റൈറ്റ് സൈഡിൽ തന്നെയാണ്, നെഗറ്റീവ് ലെഫ്റ്റ് സൈഡിലും. ആ മോളിക്യൂളിനെ ഞാൻ മാറ്റി വരച്ചിട്ടില്ല. ഇവിടെ നോക്കാം, നെഗറ്റീവ് മുകളിലും പോസിറ്റീവ് താഴെയുമാണ്. നെഗറ്റീവ് ഒരല്പം റൈറ്റ് സൈഡിലേക്ക് ടിൽറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്, പോസിറ്റീവ് ഒരല്പം ലെഫ്റ്റ് സൈഡിലുമാണ്. പക്ഷേ ഇലക്ട്രിക് ഫീൽഡ് പോകുന്നത് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് ആയതുകൊണ്ട് എന്ത് സംഭവിക്കും? പോസിറ്റീവ് ചാർജ് തിരിഞ്ഞ് റൈറ്റ് സൈഡിലേക്കും വരും, നെഗറ്റീവ് ചാർജ് തിരിഞ്ഞ് ലെഫ്റ്റ് സൈഡിലേക്കും വരും. അതായത് പോസിറ്റീവ് ചാർജിന് നമ്മുടെ റൈറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യാനായിട്ടുള്ള ടെൻഡൻസി ആയിരിക്കും, നെഗറ്റീവ് ചാർജിന് നമ്മുടെ ലെഫ്റ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യാനായിട്ടുള്ള ടെൻഡൻസിയും ആയിരിക്കും. ഈ രീതിയിലായിരിക്കും ആ ഒരു മോളിക്യൂൾ അലൈൻ ചെയ്ത് നിൽക്കുക. ഇനി നോക്കാം, ഇവിടെ പോസിറ്റീവ് ചാർജ് താഴെയാണ്, നെഗറ്റീവ് ചാർജ് മുകളിലുമാണ്. പോസിറ്റീവ് ചാർജ് റൈറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യും, നെഗറ്റീവ് ചാർജ് ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യും. ചെറിയൊരു റൊട്ടേഷൻ അവിടെ സംഭവിക്കും. പോസിറ്റീവ് ചാർജ് റൈറ്റ് സൈഡിലേക്ക് ടിൽറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്, നെഗറ്റീവ് ചാർജ് ലെഫ്റ്റിലേക്കും ടിൽറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഇവിടെ പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്. പോസിറ്റീവ് ചാർജ് നേരത്തെ പറഞ്ഞ പോലെ റൈറ്റ് സൈഡിലേക്ക് ടിൽറ്റ് ചെയ്യും, നെഗറ്റീവ് ചാർജ് ലെഫ്റ്റ് സൈഡിലേക്കും ടിൽറ്റ് ചെയ്യും. ഒരു ഇലക്ട്രിക് ഫീൽഡ് കൊടുത്തു കഴിഞ്ഞാൽ ഈ രീതിയിലായിരിക്കും ഒരു പോളാർ ഡൈലക്ട്രിക്കിൻ്റെ ഉള്ളിലെ മോളിക്യൂൾസ് ബിഹേവ് ചെയ്യുക. കുറച്ച് സമയത്തിന് ശേഷം എല്ലാ ചാർജുകളും, എല്ലാ പോസിറ്റീവ് ചാർജുകളും റൈറ്റ് സൈഡിലേക്കും എല്ലാ നെഗറ്റീവ് ചാർജുകളും ലെഫ്റ്റ് സൈഡിലേക്കും അലൈൻ ചെയ്യും. അതിൻ്റെ ഇടയിലുള്ള ചെറിയൊരു ഇൻ്റർമീഡിയറ്റ് സമയമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. കുറച്ച് സമയം കഴിയുമ്പോൾ എല്ലാ മോളിക്യൂൾസിലെയും പോസിറ്റീവ് ചാർജുകൾ മുഴുവൻ റൈറ്റ് സൈഡിലും എല്ലാ മോളിക്യൂൾസിലെയും നെഗറ്റീവ് ചാർജുകൾ മുഴുവൻ ലെഫ്റ്റ് സൈഡിലും വന്ന് അലൈൻ ചെയ്യും. ഓരോ മോളിക്യൂൾസിൻ്റെയും ഡൈപോൾ മൊമെൻറ്റിൻ്റെ ഡയറക്ഷൻ നോക്കൂ. ഇവിടെ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കാണ്, ഏകദേശം ഇവിടെയും ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കാണ്, ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കാണ്. ഇത് ഇവിടെ ലെഫ്റ്റ്, ഇത് റൈറ്റ്, ഇത് ലെഫ്റ്റാണ്, ഇത് റൈറ്റാണ്. കാരണം റൈറ്റ് സൈഡിലേക്കാണ് പോസിറ്റീവ് ചാർജിൻ്റെ കുറച്ച് ചെരിവ് കൂടുതൽ. ഇവിടെയും റൈറ്റ് സൈഡിലേക്ക്, നമ്മുടെ റൈറ്റ് സൈഡിലേക്കാണ് പോസിറ്റീവ് ചാർജിൻ്റെ ചെരിവ് കൂടുതൽ. ഏകദേശമൊക്കെ കുറച്ച് സമയം കഴിയുമ്പോൾ വീണ്ടും അത് ഈ രീതിയിലായിട്ട് മാറും. ഇപ്പോൾ ഈ ഒരു മോളിക്യൂൾ എടുക്കുകയാണെങ്കിൽ കുറച്ച് സമയം കഴിയുമ്പോൾ അത് ഈ രീതിയിലായിട്ട് മാറും. ഇവിടെ പോസിറ്റീവ് ചാർജും ഇവിടെ നെഗറ്റീവ് ചാർജുമായിട്ട് മാറും. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് കൊടുത്ത് കുറച്ച് സമയത്തിന് ശേഷം എല്ലാ പോസിറ്റീവ് ചാർജുകളും റൈറ്റ് സൈഡിലും എല്ലാ നെഗറ്റീവ് ചാർജുകളും നമ്മുടെ ലെഫ്റ്റ് സൈഡിലുമായി അലൈൻ ചെയ്യും.
നെറ്റ് ഡൈപോൾ മൊമെൻറ്റ് 0 ആവുകയില്ല. കാരണം ഇവിടുത്തെ ഡൈപോൾ മൊമെൻറ്റ് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കാണ്, നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്ക്. രണ്ടാമത്തേതിൻ്റെ ഡൈപോൾ മൊമെൻറ്റും ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കാണ്. മൂന്നാമത്തേതിൻ്റെയും നാലാമത്തേതിൻ്റെയും അഞ്ചാമത്തേതിൻ്റെയും ആറാമത്തേതിൻ്റെയും ഒക്കെ ഡൈപോൾ മൊമെൻറ്റ് നമ്മുടെ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കായിരിക്കും. അതായത് നെഗറ്റീവ് ചാർജിൽ നിന്ന് പോസിറ്റീവ് ചാർജിലേക്ക് ആയിരിക്കും. അതേ ഡയറക്ഷനിൽ തന്നെയാണ് നമ്മൾ എന്തും അപ്ലൈ ചെയ്തിരിക്കുന്നത്, ഇലക്ട്രിക് ഫീൽഡും അപ്ലൈ ചെയ്തിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഒരു പോളാർ ഡൈഇലക്ട്രിക്കിൻ്റെ ഡൈപോൾ മൊമെൻറ്റ് 0 ആവുകയില്ല. കൃത്യമായിട്ടുള്ള ഒരു വാല്യൂ അതിനുണ്ടായിരിക്കും. ഇലക്ട്രിക് ഫീൽഡ് നോട്ട് ഈക്വൽ ടു 0, 2A നോട്ട് ഈക്വൽ ടു 0, ഡൈപോൾ മൊമെൻറ്റ് നോട്ട് ഈക്വൽ ടു 0. ടോട്ടൽ ഡൈപോൾ മൊമെൻറ്റ് എങ്ങനെ കണ്ടുപിടിക്കും? ആദ്യത്തേതിൻ്റെ ഡൈപോൾ മൊമെൻറ്റ് പ്ലസ് രണ്ടാമത്തേതിൻ്റെ പ്ലസ് മൂന്നാമത്തേതിൻ്റെ ഡൈപോൾ മൊമെൻറ്റ്, അങ്ങനെ nth മോളിക്യൂളിൻ്റെ ഡൈപോൾ മൊമെൻറ്റ്. ടോട്ടൽ ഡൈപോൾ മൊമെൻറ്റിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? ഇലക്ട്രിക് ഫീൽഡിൻ്റെ അതേ ഡയറക്ഷൻ തന്നെയായിരിക്കും ടോട്ടൽ ഡൈപോൾ മൊമെൻറ്റിൻ്റെ ഡയറക്ഷനും. ഇനി എന്താണ് ഇൻഡ്യൂസ്ഡ് ഡൈപോൾ മൊമെൻറ്റ്? ഇലക്ട്രിക് ഫീൽഡിൻ്റെ സാന്നിധ്യത്തിൽ ഒരു പോളാർ ഡൈഇലക്ട്രിക് അതിൻ്റെ ഉള്ളിൽ ഇൻഡ്യൂസ് ചെയ്യപ്പെട്ട ടോട്ടൽ ഇലക്ട്രിക് ഡൈപോൾ മൊമെൻറ്റിനെ വിളിക്കുന്ന പേരാണ് ഇൻഡ്യൂസ്ഡ് ഡൈപോൾ മൊമെൻറ്റ്. നേരത്തെ പറഞ്ഞ ആ 3 കാര്യങ്ങൾ ഇവിടെയും നമുക്ക് റിപ്പീറ്റ് ചെയ്യാം. 2 കേസുകളിൽ നിന്നും, ഈ 2 കേസുകളല്ല, നമ്മൾ ആദ്യം പറഞ്ഞ നോൺ പോളാർ ഡൈഇലക്ട്രിക്കിൻ്റെ കേസും പോളാർ ഡൈഇലക്ട്രിക്കിൻ്റെ കേസും തമ്മിൽ നമ്മളൊന്ന് അനാലിസിസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ എന്ത് മനസ്സിലാവും നമുക്ക്? ഇലക്ട്രിക് ഫീൽഡ് കൊടുത്തില്ലെങ്കിൽ ഒരു പോളാർ മോളിക്യൂൾ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു പോളാർ ഡൈഇലക്ട്രിക് ആയിക്കോട്ടെ, ഒരു പോളാർ ഡൈഇലക്ട്രിക് ആയിക്കോട്ടെ, നോൺ പോളാർ ഡൈഇലക്ട്രിക്കും പോളാർ ഡൈഇലക്ട്രിക്കും രണ്ടിലും നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് കൊടുത്തില്ലെങ്കിൽ നെറ്റ് ഡൈപോൾ മൊമെൻറ്റ് 0 ആയിരിക്കും. ഇനി ഒരു പോളാർ ഡൈഇലക്ട്രിക്കിൽ അല്ലെങ്കിൽ ഒരു നോൺ പോളാർ ഡൈഇലക്ട്രിക്കിൽ ഇലക്ട്രിക് ഫീൽഡ് കൊടുത്തു കഴിഞ്ഞാൽ ആ ടൈപ്പ്, ഏത് ടൈപ്പ് ആയാലും, ഏതെങ്കിലും ഒരു ടൈപ്പ് ഡൈഇലക്ട്രിക്കിൽ എന്ത് ഇൻഡ്യൂസ് ചെയ്യപ്പെടും? നെറ്റ് ഡൈപോൾ മൊമെൻറ്റ് ഇൻഡ്യൂസ് ചെയ്യപ്പെടും. അതാണ് നമ്മുടെ കൺക്ലൂഷൻ. ബോത്ത് പോളാർ ആൻഡ് നോൺ പോളാർ ഡൈഇലക്ട്രിക്സ് ഡെവലപ്പ് എ നെറ്റ് ഡൈപോൾ മൊമെൻറ്റ് ഇൻ ദ പ്രസൻസ് ഓഫ് ആൻ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ്. നോൺ പോളാർ ഡൈഇലക്ട്രിക് ആയാലും പോളാർ ഡൈഇലക്ട്രിക് ആയാലും എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് കൊടുത്തില്ലെങ്കിൽ അവരുടെ ടോട്ടൽ ഡൈപോൾ മൊമെൻറ്റ് 0 ആണ്. ഇനി എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് കൊടുത്താലോ 2 ടൈപ്പ് ഡൈഇലക്ട്രിക്സിലും ഒരു നെറ്റ് ഡൈപോൾ മൊമെൻറ്റ് ഇൻഡ്യൂസ് ചെയ്യപ്പെടും.